നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1980 നവംബർ 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ ഒരാൾ പോലും മറക്കത്തില്ല എന്നുള്ളതാണ്. എന്താ കാരണം? നമ്മുടെ പ്രിയപ്പെട്ട ജയൻ, മലയാളത്തിൻ്റെ മണിമുത്ത്, അന്നാണ് നമ്മളെ വിട്ടുപോയത്. കോളിളക്കം എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ അപകടത്തിൽ ശ്രീ ജയൻ നമ്മളെ വിട്ടുപിരിഞ്ഞു എന്ന് അന്നത്തെ സിനിമാശാലകളിലെ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ അവിടെ ഒരു കൂട്ട നിലവിളിയായിരുന്നു. അത്രത്തോളം മലയാളികൾ സ്നേഹിച്ചു എന്നുള്ളതാണ്. എന്തായിരുന്നു ജയൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ജയന് മലയാളികളായ സാധാരണക്കാർക്ക് ഭയങ്കരമായി ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോഴും ജയനെ ഓർക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 3-4 ദിവസം മുമ്പ് മല്ലിക സുകുമാരൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ നമുക്കും ഒരു സംശയം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപകടം പറ്റിയ ജയനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിൽ പ്രൊഡക്ഷൻ ടീമുകളും അന്നത്തെ സിനിമാ സംവിധാനങ്ങളും അലംഭാവം കാണിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മല്ലിക സുകുമാരൻ്റെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് സുകുമാരനും ജയനും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. സുകുമാരനും ജയനും നല്ല പരിചയക്കാരാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസാക്ഷി സൂക്ഷിപ്പുകാർ തന്നെയാണ്. ജയന് ഭയങ്കര ഇഷ്ടമാണ് സുകുമാരനെ. ഇടയ്ക്കിടയ്ക്ക് സുകുമാരൻ്റെ റൂമിലേക്ക് വരും. ഒരു ദിവസം വന്നപ്പോൾ സഫാരി സൂട്ടിൽ ഇന്ദ്രജിത്ത് മൂത്രമൊഴിച്ച കഥ വരെ പറയുന്നുണ്ട് മല്ലിക സുകുമാരൻ. അങ്ങനെ ഒരു ദിവസം ജയൻ അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് പറഞ്ഞത്, വരുന്ന ജനുവരിയിൽ എൻ്റെ വിവാഹമുണ്ടാകും, നിങ്ങൾ രണ്ടുപേരും 3 ദിവസം മുന്നേ വരണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഏതായാലും ഈ മസിലും കാണിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല, വിവാഹം കഴിക്കട്ടെ, കുടുംബമായി ജീവിക്കണം എന്നൊക്കെ ജയൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ചാണ് ഈ കോളിളക്കത്തിൻ്റെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുന്നതിന് പോയത്. സുകുമാരൻ എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തു. കാരണം സുകുമാരനാണ് ബൈക്ക് ഓടിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു, ദാ നോക്കണേ, നീ പിന്നെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ നിൻ്റെ തലക്ക് വന്ന് ഇടിക്കും എന്ന് ജയനാണ് സുകുമാരന് പറഞ്ഞു കൊടുക്കുന്നത്. സുകുമാരൻ അതുപോലെ തന്നെ പെട്ടെന്ന് പിടുത്തം കിട്ടിയപ്പോൾ തന്നെ 100 മീറ്ററോളം പോയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കാണ് വലിയൊരു ശബ്ദം. സുകുമാരൻ തിരിഞ്ഞു നോക്കുമ്പോൾ ജയൻ അവിടെ വീണ് കിടക്കുന്നു. പെട്ടെന്ന് വണ്ടി അവിടെ ഇട്ട് സുകുമാരൻ ഓടിച്ചെന്നപ്പോൾ ജയൻ അവിടെ എഴുന്നേറ്റ് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം പുറകിലിങ്ങനെ നോക്കുമ്പോൾ നല്ല രീതിയിൽ രക്തം വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മുഖത്തിൻ്റെ കളറൊക്കെ മാറി. അദ്ദേഹം ഇങ്ങനെ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മുഖത്തിൻ്റെ കളറൊക്കെ മാറി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 1980 കാലഘട്ടം. നല്ല ആശുപത്രിയൊന്നും ആ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല. മദ്രാസിൽ പോകണം നല്ല ആശുപത്രിക്ക്. പക്ഷേ അതിനുള്ള ഒരു സംവിധാനം ഇവരാരും ഒരുക്കിയില്ല, അല്ലെങ്കിൽ അന്ന് ഒരുക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ വേണം കരുതാൻ. IV ശശിയെ പോലെയുള്ള ഒരു വലിയ ഡയറക്ടർ, പിന്നെ തമിഴ്നാട് ഭരിക്കുന്നതാണെങ്കിൽ MGR എന്ന് പറയുന്ന ഒരു മഹാരഥൻ, അദ്ദേഹവും മലയാളിയാണ്. അദ്ദേഹം ജന്മം കൊണ്ട് മലയാളി, പാലക്കാടുകാരനാണ്. എന്നിട്ടും ജയൻ്റെ കാര്യത്തിൽ ഒരു അലംഭാവം കാണിച്ചോ, അല്ലെങ്കിൽ ജയന് എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആശുപത്രി നല്ല ഇതൊക്കെയുള്ള എല്ലാ സജ്ജീകരണമുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാഞ്ഞത് എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണ് ഇങ്ങനെ ഉയരുന്നത്. അപ്പോൾ ഈ ഒരു സംശയം വരാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജയൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരെയാണ് എന്ന് ആങ്കർ ചോദിച്ചപ്പോഴേ മല്ലിക പറഞ്ഞു, അത് ഞാൻ പറയില്ല എന്ന്. അത് മല്ലിക പറയില്ല. പക്ഷേ ജയൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരെയാണെന്ന് കല്യാണം ആലോചിച്ച ആ ഒരു നടി തന്നെ പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നടിയാണ് MGR ലത എന്നറിയപ്പെടുന്ന നടി, തമിഴ് നടിയാണ്. അവരാണ് പറഞ്ഞത്, ജയൻ എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു, എനിക്കിഷ്ടമായിരുന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അമ്മയോട് സംസാരിക്കാനാണ് ഞാൻ പറഞ്ഞത് എന്ന് ആ നടി തന്നെ പിൽക്കാലത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നടിയെ കല്യാണം കഴിക്കുന്നതിനോട് MGRന് തീരെ താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച നായികമാരൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പൊതു അദ്ദേഹത്തിൻ്റെ സ്വത്താണ്. പക്ഷേ ഇത് ലതയ്ക്ക് തീരെ ഇഷ്ടമല്ല. ഈ ലതയ്ക്ക് MGR ലത എന്ന് പറയുന്നത് പോലും ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഏതായാലും ഈ ഒരു ജയനെ അവിടെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഗുണ്ടാ സംഘത്തെ പോലും റെഡിയാക്കി നിർത്തി എന്നുള്ളതാണ്. ഇപ്പോഴും രക്ഷയ്ക്ക് വന്നത് ജോസ് പ്രകാശും ടീമുമാണ്. ജോസ് പ്രകാശ് വന്നിട്ട് MGRുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരു നീക്കുപോക്കിലെത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ജയൻ അന്ന് തന്നെ അവിടെ നിന്നും ഓടി പിന്നെ കൊച്ചിയിലങ്ങാറ്റം വന്ന് താമസിക്കേണ്ട ഒരു ഗതികേടിലെത്തുമായിരുന്നു. കാരണം ആരോടാണ് മുട്ടുന്നത്? തമിഴ്നാട് മുഖ്യമന്ത്രിയോടാണ്. ആലോചിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യവുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ജയനെ മനഃപൂർവ്വമായിട്ട് തഴഞ്ഞതാണോ,
അല്ലെങ്കിൽ ജയന് ചികിത്സ കൊടുക്കാത്തതാണോ, ഇനി ജയൻ്റെ ഈ അപകട വിവരം അറിഞ്ഞതിന് ശേഷം ഇവരാരും മിണ്ടാതിരുന്നതാണോ എന്നുള്ള ഒരു സംശയം കൂടി ഇന്നത്തെ തലമുറ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തെറ്റു പറയാനൊന്നും കഴിയില്ല. കാരണം ജയനെ നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് സ്ക്രീനിൽ മാത്രമാണ്, നേരിട്ട് കാണാനുള്ള ഭാഗ്യമൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. അതുപോലെ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയനെ കാണുന്നത് മിമിക്രിയിലൂടെ തന്നെയാണ്. മിമിക്രിക്കാരാണ് ജയനെ ഇത്രയും ഫേമസ് ആക്കിയത്. ഇനിയൊരു 200 വർഷം കഴിഞ്ഞാലും ജയൻ ഇതുപോലെ തന്നെ അതിജീവിക്കും എന്നുള്ളതാണ്. അത്രത്തോളം പിന്നെ എന്താണ്ട് ആ ഒരു പവറാണ്, ആ ഒരു മിമിക്രിക്കാർ അത് കാണിക്കുമ്പോൾ തന്നെ അത്രത്തോളം ഒരു പവറാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരുപാട് കഥകളാണ് ഈ മല്ലിക സുകുമാരൻ ഇങ്ങനെ ഓർത്ത് പറഞ്ഞത്. അപ്പോൾ ഇതൊരു സംശയം മാത്രമാണ്, അല്ലാതെ ഇത് നടന്ന സംഭവമാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും സംശയിക്കാമല്ലോ. കാരണം ജയൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു പരാതി നൽകാനോ ഇതിനെപ്പറ്റി അന്വേഷണം നടത്താനോ അതൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇല്ല ജയൻ്റെ പൈസ മാത്രമേ എല്ലാവർക്കും വേണ്ടൂ, അല്ലാതെ ജയനൊന്നും ആർക്കും വേണ്ട, വീട്ടുകാർക്കൊന്നും. ഇപ്പോഴും ജയൻ്റെ മഹത്വം പൊക്കി പിടിച്ച് നടക്കുന്ന ജയൻ്റെ വീട്ടുകാരുണ്ട്. അവർക്ക് ജയൻ്റെ ഒരു കുന്തവും അറിയില്ല. അതിലും ഒരുപാട് കാര്യങ്ങൾ ഈ ലത എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് അറിയാമെന്നുള്ളതാണ്. അവർ പല ഇൻ്റർവ്യൂകളുമായിട്ട് ജയൻ്റെ ഒരുപാട് കഥകൾ അവർ പിന്നെ നമ്മളോടൊപ്പം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ ഒരു ഇതിഹാസ നായകനെ തന്നെയാണ്. പലപ്പോഴും ചില ആൾക്കാരൊക്കെ പറയുന്നതൊക്കെ ജയൻ അന്ന് മരിച്ചത് നന്നായി, ഇല്ലെങ്കിൽ ഇന്ന് 80 വയസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുമായിരുന്നു എന്നൊക്കെ ഈ ചില വിഡ്ഢികൾ പറയുന്നത് കേൾക്കാം. അതായത് വിഡ്ഢികൾ എന്നേ അവരെ പറയാൻ പറ്റുള്ളൂ. അതായത് അവരൊക്കെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമാ നടന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഉരുക്ക് മനുഷ്യന്മാരാണ്, അവർക്ക് വിചാരങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെന്ന ചില ആൾക്കാരുടെയൊക്കെ വിചാരം. അവർ ഇത്ര വയസ്സ് മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ, അപ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിൽ ആ ഒരു ബിംബം ഉണ്ടാവുള്ളൂ എന്നൊക്കെയാണ് ചില മഹാരഥന്മാർ പറയുന്നത്. ഇതിനോടൊന്നും ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഇങ്ങനെയുള്ള ടീമുകളോട് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ മമ്മൂക്കയെല്ലാം 100 വർഷം ജീവിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്രയും ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഗോപിയും അതുപോലെ ജയറാമും ദിലീപ്, ഇവരെല്ലാവരെയും നമുക്ക് ഇഷ്ടമാണ്. എല്ലാവർക്കും നല്ലോണം ആയുസ് കൊടുക്കണമായിരുന്നു. ഒരിക്കലും ഇപ്പോൾ കലാഭവൻമണീൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ. കലാഭവൻമണി പെട്ടെന്ന് നമ്മളെ വിട്ടുപോയായിരുന്നു. നമുക്ക് എല്ലാവർക്കും എന്തോരം ദുഃഖമുണ്ട്. അതുപോലെ ചില ടീമുകളുടെ ഒരു വർത്തമാനമായത്. അദ്ദേഹം ഇല്ലെങ്കിൽ ഇപ്പോൾ ചുക്കിച്ചൊളഞ്ഞ മുഖം ഒക്കെ എല്ലാവർക്കും ചുക്കിച്ചുളിയോ ഒക്കെ ചെയ്യും. പക്ഷേ അദ്ദേഹം നമുക്ക് തരുന്ന ആ ഒരു നല്ല മുഹൂർത്തമുണ്ടല്ലോ, അത് മതിയല്ലോ നമുക്ക് ഓർത്തിരിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ ജയൻ ഇനിയും എത്ര സിനിമ ചെയ്യേണ്ടതായിരുന്നു. ഏകദേശം ഒരു 90 വരെ, 80 മുതൽ 90 വരെ നല്ല അടിപൊളി സിനിമകളിങ്ങനെ വരേണ്ടതായിരുന്നു. പിന്നെ ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ദുശീലങ്ങളോ അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. നമ്മൾ വിചാരിക്കും ജയൻ ഭയങ്കര പിന്നെ എന്താ പറയുക ആഭാസനാണ്, അല്ലെങ്കിൽ കള്ളുകൂടിയനാണ്, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒന്നുമില്ല. വളരെയധികം ചിട്ടയോടുകൂടി ജീവിക്കുന്ന അദ്ദേഹം ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണെങ്കിൽ കൂടി അദ്ദേഹം ഇതിനൊന്നും നിൽക്കില്ല. അത്ര നല്ല മനുഷ്യൻ തന്നെയായിരുന്നു. ഏതായാലും ജയൻ്റെ പിന്നെ ഭൗതിക ശരീരം അവിടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നതല്ലാതെ ആരും ഈ ദമ്പ് ഇറക്കുന്നില്ല, പൈസ ഇറക്കുന്നില്ല. ഏതായാലും ഈ ഷാനവാസ് ഉണ്ട്, നസീറിൻ്റെ മകൻ ഷാനവാസ്. അപ്പോൾ തന്നെ നസീറിനെ വിളിക്കുന്നു. നസീർ പറഞ്ഞു, എനിക്ക് നാളെ രാവിലെ തിരുവനന്തപുരത്ത് ജയനെ കാണണം എന്നാണ് നസീർ പറഞ്ഞത്. അതിന് വേണ്ട പൈസ എത്രയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നീ ബാങ്കിൽ നിന്ന് എടുത്തോ, വീട്ടിലുണ്ട്, അതൊക്കെ എടുത്തിട്ട് അങ്ങനെ ജയൻ്റെ മൃതദേഹം ഈ നസീറിൻ്റെ റിസ്കിലാണ് നാട്ടിൽ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. വേറെ ആരും അതിനൊന്നും മുതിർന്നില്ല. അതായത് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പൈസേൻ്റെ പ്രശ്നമാണല്ലോ വലുത്. കാരണം എല്ലാം മുന്നിൽ ആളുണ്ടാവും, പക്ഷേ പൈസ ഇറക്കാൻ നോക്കുമ്പോഴേക്ക് ആരും ഉണ്ടാവില്ല എന്നുള്ളത്. അവസാനം ഷാനവാസ് പറയുന്നത് അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടായിരുന്നില്ല ഫ്ലൈറ്റിൽ. എല്ലാവരും കയറിയപ്പോൾ അദ്ദേഹത്തിന് സീറ്റില്ല, ഇതെല്ലാം മുൻകൈ എടുത്താക്കി സീറ്റില്ല. അങ്ങനെയാണ് ഷാനവാസ് ഒന്ന് പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട ജയനെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.